ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർ എൻ. ഇന്ന് നമ്മൾ പുതുതായി റിസർച്ച് ചാപ്റ്ററിലേക്കാണ് കിടക്കാനായിട്ട് പോകുന്നത്. ഇതിന് മുന്നത്തെ നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. റിസർച്ച് ചാപ്റ്ററിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് തന്നെ ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഇൻബോക്സിൽ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ നോട്ട്സ് എല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയാണ് ഇന്ന് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. KUHSന്റെ സിലബസ് പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വളരെ ചെറിയ ടോപ്പിക്കാണ്. പക്ഷേ ഈ ചെറിയ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ ടോപ്പിക്കിൽ നിന്ന് 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ട് ഈ ടോപ്പിക്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളത് ഡെഫിനിഷൻ, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, മീൻ, മീഡിയൻ, മോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, നോർമൽ പ്രോബബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇത്രയും പോയിന്റ്സ് മാത്രമാണ് KUHSന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സിലബസിലുള്ളത്. ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്നുപോലും വിടാതെ എല്ലാ ചോദ്യങ്ങളും തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻഡെപ്റ്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയുള്ള ഒരു അറിവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് 7th സെമസ്റ്ററിലെ 4th ഇയറിന്റെ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെഫിനേഷൻ വെച്ച് തന്നെ തുടങ്ങാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ക്രോക്സിൻ ആൻഡ് കൗഡൻ ഡെഫിനേഷനാണ്. അതുപ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് is defined as a collection, presentation, analysis and interpretation of numerical data. Collection, presentation, interpretation and analysis of data, CPAI. ഇങ്ങനെ ഓർത്തിരിക്കുക, ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് പഠിക്കുന്നതായിരിക്കും ഡെഫിനിഷൻ ചോദിച്ചാൽ എന്തുകൊണ്ടും എഴുതാനായിട്ട് എളുപ്പം. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് 3 വട്ടം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസസ് മാത്രമായിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഡെഫിനിഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ തന്നെ നമുക്ക് യൂസസ് എഴുതുക. യൂസസ് എഴുതുമ്പോൾ തന്നെ പ്രത്യേകം എഴുതേണ്ടതാണ്. ഇറ്റ് പ്രസന്റ്സ് ഡേറ്റ ഇൻ എ ഡെഫിനിറ്റ് ഫോം. അതായത് നമ്മൾ കൈവശമുള്ള ഒരു ഡേറ്റയെ അത് കൃത്യമായ രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കയ്യിലുള്ള ഡേറ്റയെ കമ്പാരിസൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വലിയ ഒരു സെറ്റ് ഓഫ് ഫിഗേഴ്സിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഹൈപ്പോത്തിസിസിനെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ചിട്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം. പ്രധാനമായും ഈ പറഞ്ഞ 5 യൂസസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളത്. അടുത്ത നമ്മൾ ആപ്ലിക്കേഷനിലേക്കാണ് കിടക്കാനായിട്ട് പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു അനാലിസിസ്, ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന്, ഫോർമുലേറ്റ് ചെയ്യുന്നതിന്, അതിന്റെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, ആ പ്രൊസീജിയറിന്റെ ആക്യുറസി കണ്ടെത്തുന്നതിന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. അടുത്തതാണ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മളൊരു 1 മിനിറ്റ് റീലായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ജസ്റ്റ് നമുക്ക് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഒന്ന് കണ്ടുപോകാം. സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് പ്രധാനമായിട്ടും 4 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് നോമിനൽ, സെക്കൻഡ് വൺ ഇസ് ഓർഡിനൽ, തേർഡ് വൺ ഇസ് റേഷ്യോ ആൻഡ് ഫോർത്ത് വൺ ഇസ് ഇന്റർവെൽ. സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് പല തവണ 6ലേറെ തവണ ചോദിച്ചിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് പഠിക്കാതെ ആരും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാമിന് പോകരുത്. ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ആണെന്ന് നമുക്ക് MCQയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ പല തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ചോദിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് നന്നായി പഠിക്കുക. നമുക്ക് അടുത്തതായിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കാണാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റ, ആ ഡേറ്റയിലെ ഓരോ വാല്യൂസ് അല്ലെങ്കിൽ കാറ്റഗറീസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു അല്ലെങ്കിൽ എത്ര തവണ അത് ഒക്കർ ചെയ്യുന്നു എന്ന് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ടൈപ്സ് നമുക്കൊന്ന് കാണാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ടൈപ്സ് പറയുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കഥ എടുക്കുകയാണ്. കഥ പ്രകാരം ഇങ്ങനെയാണ്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടായിരുന്നു. ആ 40 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു പരീക്ഷ നടത്തി. 50 മാർക്കിലായിരുന്നു പരീക്ഷ. പരീക്ഷയിൽ പാസ്സാകുന്നതിന് വേണ്ടത് 20 മാർക്കായിരുന്നു. അപ്പോൾ ഓരോ ക്ലാസ്സിലും പല തരത്തിലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ആ കുട്ടികൾ സ്കോർ ചെയ്യുന്ന മാർക്കിൽ വ്യത്യാസം ഉണ്ടാകും. ഈ കുട്ടികൾ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക് ഈ കാണുന്ന രീതിയിലാണ്. ഓക്കെ, 40 മുതൽ 50 വരെ മാർക്ക് സ്കോർ ചെയ്ത 8 കുട്ടികളും, 31 മുതൽ 40 വരെ സ്കോർ ചെയ്ത 14 കുട്ടികളും, 21 മുതൽ 30 വരെ സ്കോർ ചെയ്ത 12 കുട്ടികളും, 20 മാർക്കിൽ താഴെ അതായത് ഫെയിൽ ആയത് 6 കുട്ടികളുമാണ്. ഈ ഡേറ്റയെ നമ്മൾ സിമ്പിളായിട്ട് എത്ര മാർക്ക് 41 മുതൽ 50 വരെ എത്ര കുട്ടികൾ സ്കോർ ചെയ്തു, 31 മുതൽ 40 വരെ എത്ര പേര് സ്കോർ ചെയ്തു എന്നുള്ള കാറ്റഗറി തിരിച്ച് പ്രസന്റ് ചെയ്യുന്നതാണ് സിമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി റിലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. റിലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓരോ കാറ്റഗറിയിലും എത്ര കുട്ടികളുണ്ടെന്നുള്ളതിന് പകരം ഈ കുട്ടികളുടെ പെർസെൻറ്റേജ് എത്രയാണ്, ഓരോ കാറ്റഗറിയിലും എത്ര പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യുമുലേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഡേറ്റ യൂസ് ചെയ്യുന്നത്. അതായത്
ഇപ്പോൾ ഈ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ബിലോ 20യിൽ എത്ര പേരാണുള്ളത്? ബിലോ 20യിൽ 20 പേരാണുള്ളത്. ബിലോ 30 ആകുമ്പോഴോ ഈ 6ന്റെ കൂടെ ഈ 21 to 30ൽ 12 കൂടെ കൂട്ടി 18 ആകും. ഇനി ബിലോ 40 എടുത്തു കഴിഞ്ഞാലോ ഈ 14 കൂടെ കൂടി അത് 32 ആകും. അങ്ങനെ ടോട്ടൽ ആയിട്ട് വരുന്ന ക്യുമുലേറ്റീവ് ഡാറ്റ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പല തവണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാർക്സിന്റെ സ്റ്റോറി പറയുക, എന്നിട്ട് ആ മാർക്സിന്റെ പ്രസന്റേഷൻ അവിടെ ടേബിൾ ആയിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷനോടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 മാർക്കോ 5 മാർക്കോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടൈപ്സ് ഓഫ് ടേബിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ കണ്ടിജൻസി ടേബിളിനെ പറ്റി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. കണ്ടിജൻസി ടേബിളിലേക്ക് നമുക്ക് കിടക്കാം. കണ്ടിജൻസി ടേബിളിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി തിരിച്ചിട്ടാണ് ഈ ഡേറ്റയെ പ്രസന്റ് ചെയ്യുന്നതിരിക്കട്ടെ. ഈ ക്ലാസ്സിൽ 20 പെൺകുട്ടികളും 20 ആൺകുട്ടികളും ഉണ്ട്. ആ 20 പെൺകുട്ടികളിലും ആൺകുട്ടികളിലും എത്ര പേർ ഫെയിലായി, എത്ര പേർ പാസ്സായി, അതിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. ഈ കാണുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നതാണ് കണ്ടിജൻസി ടേബിൾ. അടുത്താണ് മൾട്ടിപ്പിൾ റെസ്പോൺസ് ടേബിൾ. ഒരു കുട്ടി തന്നെ ഒന്നിലേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രസന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ റെസ്പോൺസ് ടേബിൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ കുട്ടികൾ പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സ്റ്റഡി ഏതാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിരിക്കുന്ന 30 കുട്ടികളാണ്, ക്ലാസ് നോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 34 കുട്ടികളാണ്, യൂട്യൂബ് വീഡിയോസ് കണ്ട് നമ്മുടെ പോലുള്ള യൂട്യൂബ് വീഡിയോസ് കണ്ട് പരീക്ഷ എഴുതിയിരിക്കുന്ന 22 കുട്ടികളാണ്, ഓൺലൈൻ PDF-കൾ ഉപയോഗിച്ച് പരീക്ഷ എഴുതിയിരിക്കുന്ന 15 കുട്ടികളാണ്. ഈ ഡേറ്റയെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി, മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഡേറ്റയെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി, മൾട്ടിപ്പിൾ റെസ്പോൺസിനെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ റെസ്പോൺസ് ടേബിൾ ഉപയോഗിക്കുന്നത്. ഇവിടെ യൂട്യൂബ് വീഡിയോ കണ്ട കുട്ടി ഓൺലൈൻ PDF കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 40 ആയിരിക്കില്ല, 40 കുട്ടികളായിരിക്കത്തില്ല, മൾട്ടിപ്പിൾ റെസ്പോൺസുകളായിരിക്കും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് 2 തവണ 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റയ്ക്കകത്ത് ഇൻക്ലൂഡ് ആകുന്ന പല സബ് ഹെഡിങ്സ് ഉണ്ട്. ഹിസ്റ്റോഗ്രാം അത് 2 തവണ ചോദിച്ചിട്ടുണ്ട്, ബാർ ഡയഗ്രാം 1 തവണ ചോദിച്ചിട്ടുണ്ട്, പൈ ചാർട്ട് 2 തവണ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രീക്വൻസി പോളിഗൺ ഡിഫറൻസ് ബിറ്റ്വീനിൽ ചോദിച്ചിട്ടുണ്ട്, സ്കാറ്റർ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുകൊണ്ട് ഇതിലെ സബ് ഹെഡിങ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഡയറക്റ്റ് 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡേറ്റ പ്രസന്റേഷൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടായിരുന്നു, 50 മാർക്കിന്റെ എക്സാം നടത്തി, അതിൽ 20-ൽ താഴെ കിട്ടിയാൽ ഫെയിൽ ആകും. ആ ക്ലാസ്സിൽ 20 പെൺകുട്ടികളും 20 ആൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഈ ഡേറ്റയെ, ഈ ക്ലാസ്സിലെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്കിനെ നമ്മൾ മെയിൽ എന്ന ഫീമെയിൽ എന്ന കാറ്റഗറൈസ് ചെയ്യാതെ ഡയറക്റ്റ് സ്റ്റുഡന്റ് എന്നുള്ള ബേസിസിൽ കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 41 മുതൽ 50 വരെ കിട്ടിയത് എത്ര പേർക്ക്, 31 മുതൽ 40 വരെ കിട്ടിയത് എത്ര പേർക്ക്, 21 മുതൽ 30 വരെ കിട്ടിയത് എത്ര പേർക്ക്, 20-ൽ താഴെ കിട്ടിയത് എത്ര പേർക്ക് എന്ന് നമുക്ക് ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഈസി ആയിട്ട് പറ്റുന്നതാണ് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം ഈ രീതിയിലായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിന്റെ ബാർ ഡയഗ്രാം വരുന്നത്. അടുത്തത് പൈ ചാർട്ടാണ്. പൈ ചാർട്ടിൽ എണ്ണം വെച്ചിട്ടല്ല പ്രസന്റ് ചെയ്യുന്നത്, പൈ ചാർട്ടിൽ പെർസെന്റേജ് വെച്ചിട്ടാണ്. ഓരോ കാറ്റഗറിയിലും എത്ര കുട്ടികളുണ്ടോ അതിനെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഉണ്ട്? ഇപ്പോൾ 41 to 50-ൽ 8 കുട്ടികളാണുള്ളതെങ്കിൽ ദാറ്റ് റെപ്രസെന്റ് 20%. അതിനെ നമ്മൾ ടോട്ടൽ ആയിട്ട് ഈ പൈ ഡയഗ്രാമിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. ഇതുപോലെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ പ്രസന്റേഷന്റെ പൈ ഡയഗ്രാം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഹിസ്റ്റോഗ്രാം ആണെങ്കിൽ നമ്മൾ ഈ അഡ്ജോയിനിങ് ബാറുകളാണ് ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ അഡ്ജോയിനിങ് ബാർസ് ആയിട്ടാണ് നമ്മൾ ഡേറ്റയെ പ്രസന്റ് ചെയ്യുന്നത്. ഈ ബാറിന്റെ അകത്തെ കാറ്റഗറീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, നിങ്ങൾ ക്ലാസ് ഇന്റർവൽ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഹിസ്റ്റോഗ്രാമിലെ ഈ ഒരു ബാറ് നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ട് അതിൽ നിന്ന് ബാർ ഡയഗ്രാമും ഹിസ്റ്റോഗ്രാമും പൈ ചാർട്ടും വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡേറ്റ സെറ്റ് എങ്ങനെ നമുക്ക് ബാർ ഡയഗ്രാമായും ഹിസ്റ്റോഗ്രാമായും പൈ ചാർട്ടായും നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റയിൽ അടുത്തതാണ് ഫ്രീക്വൻസി പോളിഗൺ. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ബാർ ഡയഗ്രാമിന്റെ സെൻട്രൽ പോയിന്റ്സിൽ നിന്ന് ലൈൻസ് ജോയിൻ ചെയ്ത് അങ്ങനെ ഡേറ്റ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് യൂസ് ചെയ്യുന്നത്. അത് ഈ പെർട്ടിക്കുലർ ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയാണ്. ഈ ഒരു പെർട്ടിക്കുലർ ബാർ ഗ്രാഫിന്റെ ഹൈറ്റ് ഇത്രയുമാണ്, അടുത്തതിന്റെ ഹൈറ്റ് ഇങ്ങനെയാണ്. ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മീൻ, മീഡിയൻ, മോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം മീൻ ചോദിച്ചിട്ടുണ്ട്, മീഡിയൻ ചോദിച്ചിട്ടുണ്ട്, മോഡ് ചോദിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേഴ്സസ് റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. മീൻ വേഴ്സസ് മീഡിയൻ വേഴ്സസ് മോഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാമെന്നുള്ളതും നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദയവായി എല്ലാവരും ആ ഒരു ഷോർട്ട് കാണുക. മീൻ മീഡിയൻ മോഡിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതുകൊണ്ട് തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലാക്കുക അത് മീൻ മീഡിയൻ മോഡാണ്. ഒരു ഡേറ്റാ സെറ്റ് തന്നിട്ട് അതിൽ നിന്ന് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ പല തവണ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കളക്റ്റീവായിട്ട് നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയാം. അതുകൊണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ചോദിച്ചാൽ ഇവിടെ റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. റേഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രധാനമായിട്ടും ഒരു ഡേറ്റ സെറ്റിലെ ഹയസ്റ്റും ലോവസ്റ്റും വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മുടെ ഡേറ്റ സെറ്റിലെ കുട്ടികളുടെ മാർക്ക് 20, 25, 30, 35, 40, 50 എന്നിരിക്കട്ടെ. ഇങ്ങനെ മൊത്തം 6 വാല്യൂസ് ആയിട്ടാണ് നമ്മുടെ ഡേറ്റ സെറ്റിലെ മാർക്കുകൾ പ്രസന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 50ഉം ലോവസ്റ്റ് വാല്യൂ 20ഉമാണ്. 50 മൈനസ് 20 30 ആണ് ഈ ഒരു ഡേറ്റ സെറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രധാനമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആവറേജ് അല്ലെങ്കിൽ മീൻ ബേസ് ചെയ്തിട്ടാണ്. ഒരു ഡേറ്റ സെറ്റിലെ വാല്യൂസ് മീനിനോട് എത്രമാത്രം അടുത്താണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എത്രമാത്രം അകലത്തിലാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിനും അത് റെപ്രസെന്റ് ചെയ്യുന്നതിനുമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലാർജ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ സെറ്റ് മീനിൽ നിന്നും ഒരുപാട് ദൂരത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെറുതാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു ഡേറ്റ സെറ്റ് മീനിനോട് അടുത്താണ് നിൽക്കുന്നത്. ഏകദേശം മീനിനോട് ചുറ്റിപ്പറ്റി തന്നെയാണ് ആ ഒരു ഡേറ്റ സെറ്റിലെ ഓൾമോസ്റ്റ് എല്ലാ വാല്യൂസും നിൽക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ മീഡിയൻ മോഡിന്റെ കൂടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യാനും അല്ലാതെ തന്നെ സിംഗിൾ ഇൻഡിപെൻഡന്റ് ക്വസ്റ്റൻ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ടും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കാൽക്കുലേഷനും എല്ലാവരും അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് അല്ലെങ്കിൽ നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ നമ്മുടെ ഈ ഡേറ്റാസ് എല്ലാം മീനിൽ നിന്ന് സിമെട്രിക്കലായി റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. കാരണം അതിന്റെ സെന്ററിൽ കാണുന്നതാണ് മീൻ. ആ മീനിൽ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു ബെൽ ഷേപ്ഡ് ആയിട്ട് ആയിരിക്കും ഇത് ഫോം ചെയ്തിട്ടുണ്ടാകുക. ഇതിന്റെ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. പ്രധാനപ്പെട്ട വാല്യൂസ് എല്ലാം തന്നെ ഇതിന്റെ മീനിനോട് അഡ്ജസന്റ് ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എക്സ്ട്രീംസിലേക്ക് വരുമ്പോഴേക്കും വളരെ കുറച്ച് വാല്യൂസ് മാത്രമേ, ഈ ഒരു കർവ് പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എഡ്ജസിലേക്ക് വരുമ്പോഴേക്കും വളരെ കുറച്ച് വാല്യൂസ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കർവ് എന്താണെന്നും കർവ് എങ്ങനെ വരയ്ക്കണമെന്നും ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വേണം നിങ്ങൾ പോകാനായിട്ട്. 2 തവണ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. ഈ ക്വസ്റ്റ്യനും പലതവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഒരു വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ബൈ ചാൻസ് ആയിട്ട് ഉണ്ടായതാണോ, അത് റിയൽ ആയിട്ട് ഈ വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിനെയാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് കണ്ടുപിടിക്കുന്നതിനൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് പാരാമെട്രിക് ടെസ്റ്റിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഈ പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്. പാരാമെട്രിക് ടെസ്റ്റിൽ പ്രധാനമായും കാണുന്ന ടി ടെസ്റ്റ്, അനോവ, പിയേഴ്സൺ കോറിലേഷൻ ഒക്കെയാണ്. ഈ ടി ടെസ്റ്റ് ഒക്കെ ഏറ്റവും കോമൺ ആയിട്ട് 5 മാർക്കിന് വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഈ അനോവ, പിയേഴ്സൺ കോറിലേഷൻ ഒക്കെ പ്രധാനമായിട്ടും MCQ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ഈ ടി ടെസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഒരു ഡേറ്റാ സെറ്റിലെ 2 കാറ്റഗറീസിന്റെ മീൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ടി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പ്രധാനമായിട്ടും നമ്മൾ ഇന്റർവൽ അല്ല റേഷ്യോ സ്കെയിലുള്ള ഡേറ്റാ സെറ്റ്സിന് വേണ്ടിയായിരിക്കും നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടി ടെസ്റ്റിനെ നമുക്ക് 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അൺപെയ്ഡ് ടി ടെസ്റ്റ് എന്നും പെയ്ഡ് ടി ടെസ്റ്റ് എന്നും പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാവൂ. ടി ടെസ്റ്റിനെ പറ്റി പറഞ്ഞു പോകുമ്പോൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഏകദേശം 4 തവണ ചോദിച്ചിരിക്കുന്നതായിട്ട് പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റും അൺപെയ്ഡ് ടി ടെസ്റ്റും ഒന്ന് തന്നെയാണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു ഡേറ്റാ സെറ്റ് അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ അത് പ്രധാനമായിട്ടും നോമിനൽ അല്ലെങ്കിൽ ഓർഡിനൽ സ്കെയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഡേറ്റയുടെ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നതിന്, സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്.
നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ പ്രധാനമാണ് കൈ സ്ക്വയർ ടെസ്റ്റ്, മാൻ വിറ്റ്നി യു ടെസ്റ്റ്, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് എല്ലാം. ഇതിൽ തന്നെ കൈ സ്ക്വയർ ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കൈ സ്ക്വയർ ടെസ്റ്റ് ഏകദേശം 3 തവണ ചോദിച്ചിട്ടുണ്ട്. കൈ സ്ക്വയർ ടെസ്റ്റും കൈ സ്ക്വയർ വാല്യൂവും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ ടെസ്റ്റിങ്ങുകളും, പാരാമെട്രിക് ടെസ്റ്റുകളും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പഠിച്ചിരിക്കണം. ഈ പ്രധാനപ്പെട്ട പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അത് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം മാത്രം പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത് കോറിലേഷൻ കോയിഫിഷ്യന്റിനെ പറ്റിയാണ്. കോറിലേഷൻ കോയിഫിഷ്യന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കോറിലേഷൻ കോയിഫിഷ്യന്റ് 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്തും ഡയറക്ഷനും സ്റ്റാറ്റിസ്റ്റിക്കലി പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും കോറിലേഷൻ കോയിഫിഷ്യന്റ് യൂസ് ചെയ്യുന്നത്. കോറിലേഷൻ കോയിഫിഷ്യന്റ് നോർമലി -1നും +1നും ഇടയിലാണ്, ആ ഒരു റേഞ്ചിലാണ് കോറിലേഷൻ കോയിഫിഷ്യന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ടുള്ളത് ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണ്. ടൈപ്പ് ഓഫ് കോറിലേഷൻ പ്രധാനമായിട്ടും 5 തരത്തിലാണുള്ളത്. ഈ 5 തരത്തിലുള്ള ടൈപ്സ് ഓഫ് കോറിലേഷൻ ചോദിക്കാവുന്നതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഈ 5 തരത്തിൽ ചോദിക്കുമ്പോൾ ഈ ടൈപ്സ് എഴുതുക, അതിന്റെ ഗ്രാഫ് എഴുതുക, വിത്ത് ആൻ എക്സാമ്പിൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ഇസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. 2 വേരിയബിൾസ് സെയിം പ്രപ്പോർഷനിൽ പോസിറ്റീവായിട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റൊന്നും അതേ രീതിയിൽ തന്നെ കൂടി വരുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് സെൽഷ്യസ്, ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ സ്കെയിലുകൾ എടുക്കാം. സെൽഷ്യസ് കൂടുന്നതിന്റെ അതേ റേഞ്ചിൽ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലും കൂടി വരുന്നതാണ്. അടുത്ത് നമുക്ക് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ കാണാം. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനിൽ ഒരു വാല്യൂ കൂടുമ്പോൾ മറ്റൊന്ന് കുറഞ്ഞാണ് വരുന്നത്, സെയിം പ്രപ്പോർഷനിൽ തന്നെ. അങ്ങനെ, അതായത് ഒരു പെർട്ടിക്കുലർ ദൂരം നമ്മൾ കവർ ചെയ്യുന്നതിന് എടുക്കുന്ന സ്പീഡും ടൈമും നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ടൈം ആ ഒരു പ്രപ്പോർഷനിൽ തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷന്റെ എക്സാമ്പിൾ ആയിട്ട് ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിന് എടുക്കുന്ന സ്പീഡ് വേഴ്സസ് ടൈം. മൂന്നാമതായിട്ട് മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതായത് വാല്യൂ കൂടുന്നുണ്ട്, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നു, പക്ഷെ ഏകദേശം പ്രപ്പോർഷണൽ ആയിട്ടല്ല വരുന്നത്. നോട്ട് പെർഫെക്റ്റ്ലി ബട്ട് ഇറ്റ് ഓൾസോ ഇൻക്രീസസ്. അതാണ് നമ്മൾ മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. സ്റ്റഡി ടൈമും എക്സാം മാർക്കും, കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് മാർക്ക് കൂടും, ശരിയാണ്, പക്ഷെ അതിനൊരു പ്രപ്പോർഷൻ ഇല്ല, മാർക്ക് കൂടുമെന്നേ ഉള്ളൂ, അല്ലേ? അതിനെയാണ് നമുക്ക് മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മോഡറേറ്റ്ലി നെഗറ്റീവ് കോറിലേഷൻ നമുക്ക് കാണാം. ഒരു വാല്യൂ കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു, പക്ഷെ അതുപോലെ തന്നെ പ്രപ്പോർഷണലി അല്ല, കുറയുന്നു എന്ന് മാത്രം. അതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എക്സസൈസും ബോഡി വെയിറ്റും എടുക്കാം. എക്സസൈസ് കൂടുന്നതിനനുസരിച്ച് ബോഡി വെയിറ്റ് കുറയുന്നു, പക്ഷെ എക്സസൈസ് കൂടുന്നതിന്റെ അതേ പ്രപ്പോർഷണൽ ബോഡി വെയിറ്റ് കുറയുന്നുണ്ടോ? ഇല്ല. അതിന് മറ്റു പല ഫാക്ടേഴ്സും അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി അബ്സല്യൂട്ട്ലി നോ കോറിലേഷൻ. അബ്സല്യൂട്ട്ലി നോ കോറിലേഷൻ മീൻസ് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസ്. ഇവിടെ അതായത് ഒരു വ്യക്തിയുടെ ഷൂ സൈസും അയാളുടെ ഇന്റലിജൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അത് അബ്സല്യൂട്ട്ലി 0 ആണ്. ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഗ്രാഫ്സ് കൂടെ ഉൾപ്പെടുത്തി ഈ ഒരു കോറിലേഷൻ കോഎഫിഷ്യന്റും ടൈപ്പ് ഓഫ് കോറിലേഷനും പ്രസന്റ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ടോപ്പിക്കിലെ ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അവസാനത്തെ പോയിന്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എന്തിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ഉപയോഗിക്കുന്നത്? ഒരു ഡാറ്റ എൻട്രി ചെയ്യുന്നതിനും ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനും ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡാറ്റ പ്രസന്റ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. അതുപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ റിസർച്ചിനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ് SPSS, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസസ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ സാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. കുറച്ചും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട മെഷീൻ ലേണിംഗ് അനാലിസിസിനും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മിനിടാബ്, ഒരു പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്. ഇതെല്ലാം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റ പ്രസന്റേഷനും ഡാറ്റ എൻട്രിക്കും അനാലിസിസിനും ഇന്റർപ്രിട്ടേഷനും എല്ലാം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഇനി പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് എന്താണെന്ന് കൂടെ നമുക്ക് കാണാം. വാട്ട് ആർ ദ മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് ദീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ്? ഫസ്റ്റ് വൺ ഇസ് ഡാറ്റ എൻട്രി. നമ്മുടെ കയ്യിലുള്ള ഡാറ്റയെ കൃത്യമായിട്ടും ഓർഗനൈസ് ചെയ്തും എൻട്രി ചെയ്യുന്നതിന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് യൂസ് ചെയ്യാം. രണ്ടാമതായിട്ട് ഡാറ്റ അനാലിസിസിന് വേണ്ടിയാണ്. അതിന്റെ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, കോറിലേഷൻ പോസിറ്റീവ് നെഗറ്റീവ് അബ്സല്യൂട്ട് 0 കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, നമ്മളിപ്പോൾ കണ്ട ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഉണ്ട്, കൈ സ്ക്വയർ ടെസ്റ്റ് ഉണ്ട്,
ടി ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെ ഡാറ്റ അനാലിസിസിന് വേണ്ടി നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ഉപയോഗിക്കാം. മൂന്നാമതായിട്ട് നമുക്ക് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ നമ്മൾ കണ്ടു. ബാർ ഗ്രാഫ്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ലൈൻ ഗ്രാഫ്, ഈ പറയുന്ന എല്ലാ ഗ്രാഫിക്കൽ പ്രസന്റേഷനും നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അത് എക്സൽ ആയിക്കോട്ടെ, SPSS ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ നന്നായി പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നാലാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹൈപ്പോത്തസിസുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ടി ടെസ്റ്റും കൈസ്കെയറും അനോവയൊക്കെയാണ്. നമ്മുടെ കയ്യിൽ ഒരു പർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് ഉണ്ട്. ആ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയും നമ്മുടെ കയ്യിലുള്ള റിസൾട്ടുകൾ കൃത്യമായി ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ കയ്യിലുള്ള റിസൾട്ടുകൾ ബേസ് ചെയ്ത് ഒരു പ്രോപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും എല്ലാം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ഉപയോഗിക്കാം. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഉറപ്പായും പഠിച്ചിരിക്കണം. സിലബസ് പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും അതിന്റെ സബ് ഹെഡിങ്സും അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകാൻ പോകുന്നത് ഈ ഒരു വീഡിയോയാണ്. എല്ലാവരും കൃത്യമായിട്ട് ഈ വീഡിയോ സമയമെടുത്ത് കാണുക, പോയിന്റ്സ് എഴുതിയെടുക്കുക, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷന് സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങളുടെ നോട്ട്സ് വായിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ നഴ്സിംഗ് റിസർച്ചിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.